രാജ്യതലസ്ഥാനത്ത് വായു ഗുണനിലവാരം മോശം അവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ ചില വാഹനങ്ങളുടെ ഉപയോഗത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി അധികൃതർ. വായു ഗുണനിലവാര സൂചിക 400 എന്ന നില കടന്നതോടെയാണ് വാഹനങ്ങൾക്ക് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ 3ാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി BS3 എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന പെട്രോൾ വാഹനങ്ങളുടെയും BS4 ഡീസൽ എഞ്ചിൻ വാഹനങ്ങളുടെയും ഉപയോഗമാണ് നിരോധിച്ചിരിക്കുന്നത്. ഡൽഹി, നോയിഡ, ഗുഡ്ഗാവ്, ഗാസിയാബാദ്, ഫരീദാബാദ് എന്നിവിടങ്ങളിലാണ് നിരോധനം. അടിയന്തര സ്വഭാവമില്ലാത്ത ഡീസൽ ചരക്ക് വാഹനങ്ങൾക്കും CNGയിൽ പ്രവർത്തിക്കുന്നതല്ലാത്ത ഇതര സംസ്ഥാന ബസ്സുകൾക്കും ഈ നിയന്ത്രണങ്ങൾ ബാധകമാണെന്നാണ് റിപ്പോർട്ട്. ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇളവ് നൽകുന്നുണ്ട്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റാണ് ഈ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. വിലക്ക് ലംഘിച്ച് വാഹനവുമായി ഇറങ്ങുന്നവരിൽ നിന്ന് 20,000 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വായു ഗുണനിലവാരം 400 സൂചികയിൽ താഴെയാവുകയും ഈ നില തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഈ വിലക്കുകൾ നീക്കുകയെന്നും കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് അറിയിച്ചു. അതേസമയം ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ദൈനംദിന ബുള്ളറ്റിൻ പ്രകാരം ഡൽഹിയിൽ വെള്ളിയാഴ്ച വായു ഗുണനിലവാര സൂചിക 404 രേഖപ്പെടുത്തി. കഴിഞ്ഞ 3 ആഴ്ചയിലേറെയായി വായു നിലവാര സൂചിക വളരെ മോശം നിലവാരത്തിലാണ്. വായു മലിനീകരണം അപകടാവസ്ഥയിലായതോടെ ഡൽഹിയിൽ നവംബർ 15 മുതൽ സർക്കാർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിലെ സർക്കാർ ഓഫീസുകൾ ഇനി രാവിലെ 10 മുതൽ വൈകുന്നേരം 6:30 വരെയും MCD ഓഫീസുകൾ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 വരെയും പ്രവർത്തിക്കുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്.